ഞാനൊരിക്കലും ഈ ചാലക്കുടിയിൽ നിന്നും ചേർത്തല, എൻ്റെ വീട് ചേർത്തലയ്ക്ക് പോകാൻ വേണ്ടി ഒരു KSRTC ബസ്സിൽ കയറി. ആ ബസ്സിൽ അത്യാവശ്യം നിറച്ച ആളുകളൊക്കെ ഉണ്ട്. ഒരു സീറ്റിൽ 2 പേര് വിശാലമായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരാൾക്കും കൂടെ ഇരിക്കാം. ഞാനപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് നീങ്ങിയിരിക്കുവോ? ഭായി വിശാലമായിട്ടിരിക്കുന്ന ആൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഞാൻ നീങ്ങത്തില്ല. ഞാൻ പറഞ്ഞു, അതെന്താ? ഇന്നലെ ഞാൻ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരാളോട് ഞാൻ നീങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ നീങ്ങിയിരുന്നില്ല. ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അയാൾ നീങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് നീങ്ങിയിരിക്കത്തില്ല. ഇതെന്നാ നിയമം? പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ ഉള്ളിലൊരു മുറിവുണ്ട്, ഞാൻ ആ മുറിവ് നിനക്ക് സമ്മാനിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലേക്കും, വീട്ടിന്റെ അടുക്കളയിൽ തുടങ്ങുന്ന, കട്ടിലിൽ തുടങ്ങുന്ന, നിങ്ങളുടെ കുടുംബത്തിലെ ബെഡ്റൂമിൽ തുടങ്ങുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിഞ്ഞിട്ട് അത് വലിയ വലിയ ബോംബുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കൗൺസിലിങ്ങിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒട്ടുമുക്കാലും ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ പ്രശ്നം തുടങ്ങുന്നത് റോട്ടിലല്ല, ചായക്കടയിലല്ല, കുടുംബത്തിലെ പ്രാർത്ഥനാ മുറിയിലല്ല, അടുക്കളയിലല്ല, അവരുടെ ബെഡ്റൂമിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടുന്ന് തുടങ്ങുന്ന അസ്വസ്ഥതയാണ് പല മേഖലകളിലേക്കും പകൽ സമയങ്ങളിൽ പല രൂപങ്ങളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ഇത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. എന്നാൽ എൻ്റെ ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എന്തിനാ നമ്മൾ വിളിച്ചോണ്ട് വന്നെന്നറിയോ? ശ്രദ്ധിക്കണം. നിന്റെ മുമ്പിലേക്ക് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിനക്കുള്ളൊരു സൗഭാഗ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. എന്താണ് നിനക്കുള്ള സൗഭാഗ്യം? മുറിവേറ്റ നിന്റെ ജീവിതത്തെ ഇങ്ങനെ മുറിവേൽപ്പിച്ച് നടക്കാനല്ല, മറിച്ച് യേശുവിലേക്ക് നോക്കാനുള്ള വലിയൊരു വിളി. കാരണം നീ യേശുവിൻ്റെ ശിഷ്യനാണ്, യേശുവിൻ്റെ ശിഷ്യയാണ്. ഹല്ലേലൂയ.